നമസ്കാരം. ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും അതിർത്തികളിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും കാരണം ഭാരതീയ വ്യോമസേനയുടെ നവീകരണം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും നിർണായകമായ ആവശ്യങ്ങളിലൊന്നാണ്. അനുവദനീയമായ സ്ക്വാഡ്രൺ ശേഷിയേക്കാൾ കുറഞ്ഞ എണ്ണവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് റഫാൽ യുദ്ധവിമാനങ്ങളുടെ വരവും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പോരാട്ട വിമാനങ്ങളുടെ നവീകരണവും വലിയ കരുത്ത് പകർന്നിട്ടുണ്ട് എങ്കിലും ആധുനിക വ്യോമയുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒരു 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സ്വന്തമാക്കേണ്ടത് അതീവ അടിയന്തരമായി മാറിയിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ നിർമ്മിത F-35 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നതിലെ സാങ്കേതികവും രാഷ്ട്രീയവുമായ തടസ്സങ്ങളും കാലതാമസവും ഇന്ത്യയുടെ ഈ തിരച്ചിൽ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ആധുനിക സ്റ്റെൽത്ത് വിമാനമായ സുഖോയ് 57 ഇന്ത്യയുടെ വ്യോമ മേഖലയിലെ പ്രബലമായ ഒരു ബദലായി വീണ്ടും ഉയർന്നു വരുന്നത്. വെറുമൊരു യുദ്ധവിമാനം വാങ്ങുന്നതിനുമപ്പുറം ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനവുമായി സുഖോയ് 57 സംയോജിപ്പിക്കപ്പെടുമ്പോൾ രൂപപ്പെടുന്ന വിപ്ലവകരമായ മാറ്റങ്ങളിലാണ് പ്രതിരോധ വിദഗ്ധർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയുടെ പക്കലുള്ള S-400 സിസ്റ്റത്തിലെ ശക്തമായ 96L6E സർവൈലൻസ് റഡാറുകൾക്ക് അതിദൂരത്തുള്ള ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും കൃത്യമായി നിരീക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. ഈ റഡാറുകളിൽ നിന്നുള്ള വിവരങ്ങൾ സുഖോയ് 57 യുദ്ധവിമാനങ്ങളിലേക്ക് തത്സമയം കൈമാറാൻ സാധിച്ചാൽ പൈലറ്റുമാർക്ക് സ്വന്തം വിമാനത്തിലെ റഡാറുകൾ ഓൺ ചെയ്യാതെ തന്നെ ശത്രു ലക്ഷ്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കും. യുദ്ധവിമാനങ്ങൾ സ്വന്തം റഡാറുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ശത്രുക്കളുടെ റഡാറുകളിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നതിനാൽ S-400 നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് റഡാറുകൾ ഓഫ് ചെയ്ത് പറക്കുന്നതിലൂടെ സുഖോയ് 57 വിമാനങ്ങൾക്ക് തങ്ങളുടെ സ്റ്റെൽത്ത് ശേഷി പൂർണ്ണമായി നിലനിർത്താൻ സാധിക്കും. സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന സുഖോയ് 57 വിമാനങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന NOT-36 ബെൽക്ക AESA റഡാർ സംവിധാനവും ഒന്നിലധികം ആന്റിന അറേകളും വിമാനത്തിന് ചുറ്റുമുള്ള വലിയൊരു മേഖല നിരീക്ഷിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. ഗ്രൗണ്ട് ബേസ്ഡ് റഡാറുകളായ S-400ഉം വായുവിൽ സഞ്ചരിക്കുന്ന സുഖോയ് 57 സ്വയംഭരണ റഡാറുകളും ഒന്നിക്കുമ്പോൾ ഒരു മൾട്ടി ലെയേർഡ് നിരീക്ഷണ ആക്രമണ ശൃംഖലയാണ് രൂപപ്പെടുന്നത്. ഇത് ശത്രുക്കളുടെ വ്യോമ അതിർത്തിക്കുള്ളിലേക്ക് പോലും അനായാസം കടന്നു ചെന്ന് സ്വന്തം സാന്നിധ്യം അറിയിക്കാതെ ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർക്ക് സമാനതകളില്ലാത്ത പ്രതിരോധ മേൽക്കൈ നൽകുന്നു. ആധുനിക വ്യോമസേനകൾ പിന്തുടരുന്ന നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്ന തത്വത്തിൻ്റെ അപാരമായ സാധ്യതയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത്തരം ഒരു സംയോജിത കിൽ ചെയിൻ സംവിധാനം വ്യോമാക്രമണങ്ങൾക്കിടയിലെ അന്ധതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അപായ സാധ്യതകളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് ഉടനടി തിരിച്ചടി നൽകാൻ സഹായിക്കുകയും ചെയ്യും. ഭാവി യുദ്ധങ്ങളിൽ ഇലക്ട്രോണിക് വാർഫെയർ, അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് വിമാനങ്ങൾ, ദൂരവ്യാപ്തിയുള്ള മിസൈലുകൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ഈ റഷ്യൻ വിമാന റഡാർ അലയൻസ് ഇന്ത്യയെ പ്രാപ്തമാക്കും. സാങ്കേതിക വിദ്യ കൈമാറ്റം, ചെലവ്, ദീർഘകാല രാജ്യസുരക്ഷാ മുൻഗണനകൾ എന്നിവ വിലയിരുത്തിയാകും 5ാം തലമുറ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ അന്തിമ തീരുമാനമെടുക്കുക എങ്കിലും സുഖോയ് 57ഉം S-400ഉം ചേരുന്ന കൂട്ടുകെട്ട് ഒരു യുദ്ധവിമാന വാങ്ങലിനുമപ്പുറം ഇന്ത്യയുടെ വ്യോമാതിർത്തികളെ അജയ്യമാക്കുന്ന ശക്തമായ ഒരു ആധുനിക യുദ്ധശൃംഖലയായി മാറുമെന്നതിൽ സംശയമില്ല. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതി പൂർണ്ണ സജ്ജമാകാൻ വർഷങ്ങളെടുക്കുമെന്നിരിക്കെ റഷ്യയുടെ സുഖോയ് 57 വിമാനങ്ങൾ അതിവേഗം കൈക്കലാക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നീക്കമാണ്. എന്നാൽ ഇന്ന് തന്നെ ഈ വിമാനങ്ങൾ ഓർഡർ ചെയ്താലും അവ സമയബന്ധിതമായി ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രണുകളിൽ എത്തിച്ചേരുമോ എന്നതും, ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യ കൈവരിക്കുന്നത് അതിർത്തി രാജ്യങ്ങളായ പാകിസ്ഥാനിലും ചൈനയിലും ഏതു തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക എന്നതും ഗൗരവകരമായി വിശകലനം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇന്ത്യ റഷ്യയ്ക്ക് സുഖോയ് 57 വിമാനങ്ങൾക്കായി പുതിയ ഓർഡറുകൾ നൽകിയാൽ അത് കൈമാറി ലഭിക്കുന്നതിൽ ഗണ്യമായ കാലതാമസം നേടാൻ സാധ്യതകൾ ഏറെയാണ്. പ്രധാനമായും റഷ്യയിൽ തുടരുന്ന ഉപരോധങ്ങളും റഷ്യൻ പ്രതിരോധ നിർമ്മാണ മേഖല നേരിടുന്ന സാങ്കേതികവും വിതരണപരവുമായ തടസ്സങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. സുഖോയ് 57 യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ അത്യാധുനിക ഏവിയോണിക്സ്, AESA റഡാറുകൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും ലഭ്യതയിലും റഷ്യ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട്.
കൂടാതെ റഷ്യൻ വ്യോമസേന തന്നെ തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സുഖോയ് 57 വിമാനങ്ങൾ നിർമ്മിച്ചു നൽകാൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിലവിലെ ഉൽപാദന ശേഷി വെച്ച് വിദേശ രാജ്യങ്ങൾക്കുള്ള ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുക എന്നത് റഷ്യയ്ക്ക് ഒട്ടും എളുപ്പമല്ല. അത്യാധുനിക എഞ്ചിനുകളുടെ നവീകരണവും വിമാനത്തിൽ ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങളും കണക്കിലെടുത്താൽ ആദ്യ ബാച്ച് വിമാനങ്ങൾ ഇന്ത്യയിലെത്താൻ കുറഞ്ഞത് 5 മുതൽ 7 വർഷം വരെ സമയമെടുത്തേക്കാം. അതേസമയം കാലതാമസങ്ങൾ മറികടന്ന് ഇന്ത്യ 5ാം തലമുറ സ്റ്റെൽത്ത് ശേഷി സ്വന്തമാക്കുന്നത് മേഖലയിലെ തന്ത്രപ്രധാന ശത്രുക്കളായ പാകിസ്ഥാനും ചൈനയ്ക്കും കടുത്ത പ്രതിരോധ നയതന്ത്ര ആശങ്കകൾ സൃഷ്ടിക്കും. നിലവിൽ 5ാം തലമുറ വിമാനങ്ങളായ J-20 മൈറ്റി ഡ്രാഗൺ വൻതോതിൽ അതിർത്തികളിൽ വിന്യസിക്കുകയും അടുത്ത തലമുറ J-35 വിമാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്ക് വ്യോമാതിർത്തികളിൽ ഇന്ത്യ കൈവരിക്കുന്ന സാങ്കേതിക പിന്നാക്കാവസ്ഥ തിരുത്തപ്പെടുന്നത് വലിയ തിരിച്ചടിയാകും. ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും അവരുടെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് തന്ത്രപ്രധാന മേഖലകളിലേക്ക് നുഴഞ്ഞു കയറി പ്രഹരമേൽപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പക്കലുള്ള S-400 സിസ്റ്റവുമായി സുഖോയ് 57 ബന്ധിപ്പിക്കുമ്പോൾ ടിബറ്റൻ പീഠഭൂമിയിൽ ചൈന സ്ഥാപിച്ചിട്ടുള്ള റഡാർ ശൃംഖലകളുടെ പ്രഭാവം കുറയുകയും ഹിമാലയൻ അതിർത്തിയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യം കൈവരുകയും ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ 5ാം തലമുറ പോർ വിമാനങ്ങൾ നേടുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറും. നിലവിൽ 4ാം തലമുറ വിമാനങ്ങളായ F-16, JF-17 എന്നിവയെ മാത്രം ആശ്രയിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ കൃത്യമായി കണ്ടെത്താനോ പ്രതിരോധിക്കാനോ സാധിക്കില്ല. ഇന്ത്യയുടെ ഈ സാങ്കേതിക മുന്നേറ്റം പാകിസ്ഥാന്റെ പ്രതിരോധ സന്തുലിതാവസ്ഥയെ തകർക്കുകയും അവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ചൈനയിൽ നിന്ന് J-35 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ അടിയന്തരമായി വാങ്ങാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ സുഖോയ് 57 കൈമാറ്റത്തിൽ കാലതാമസങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ഭാരതം ഈ ശേഷി കൈവരിക്കുന്നത് ദക്ഷിണേഷ്യൻ വ്യോമ മേഖലയിലെ ഇന്ത്യയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുകയും ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ശക്തമായ പ്രതിരോധ മുന്നറിയിപ്പായി മാറുകയും ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.